ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യുന്ന റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണത്. പാലോളിപ്പാലം മുതൽ SP ഓഫീസിൻ്റെ പ്രദേശം പാലോളിപ്പാലം മുതൽ മൂരാട് പാലം വരെയുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ കാഴ്ചയാണ്. E5 എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് എടുത്തത്. 6 വരിയും പൂർത്തിയായതോടൊപ്പം തന്നെ 6 വരിയും ദേശീയപാത തുറന്നു കൊടുത്തിരിക്കുകയാണ്. കോൺക്രീറ്റ് റോഡാണ് പാലോളിപ്പാലം മുതൽ മൂരാട് കഴിഞ്ഞിട്ടുള്ള പ്രദേശം വരെ, മൂരാടിൻ്റെ പാലത്തോട് ചേർന്നിട്ടുള്ള പ്രദേശം വരെ കോൺക്രീറ്റ് റോഡാണ്. ഇതിനിടയിൽ 2 അണ്ടർ പാസേജാണ് വരുന്നത്. അതായത് ഒന്ന് SP ഓഫീസിലും അതോടൊപ്പം തന്നെ SP ഓഫീസിൻ്റെ ഭാഗത്തും പിന്നെ വരുന്നത് ഓയിൽ മില്ല് എന്ന് പറയുന്ന മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തുമാണ്. ഇതിനിടയിൽ ഒരു അണ്ടർ പാസേജോ ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജോ അത്തരത്തിലുള്ള ഒരു കാരണം ഒന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ കാസർഗോഡ് ജില്ലയിലൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ 500 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ കൂടുമ്പോൾ അണ്ടർ പാസേജ് അവിടെ വന്നതായി കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ സമരം ചെയ്യാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അത്തരത്തിൽ അണ്ടർ പാസേജ് വരാഞ്ഞത്. കാരണം കാസർഗോഡ് അത്തരത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് അണ്ടർ പാസേജും ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ അതോടൊപ്പം തന്നെ ചെറിയ വാഹനങ്ങൾക്കൊക്കെ 2 വീലർ ഓട്ടോറിക്ഷക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അത്തരത്തിലൊരു അണ്ടർ പാസേജ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ 6 മാസമായിട്ട് ദേശീയപാത തുറന്നു കൊടുത്തിട്ടുണ്ട്. വളരെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഈ പ്രദേശങ്ങളിൽ 3ഓളം സ്കൂളുകൾ, ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള 3ഓളം സ്കൂൾ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊക്കെ ഇപ്പം നിലവിലിപ്പോൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൂടെ കടന്നു ചാടുന്നൊരു സാഹചര്യമാണുള്ളത്. അത് വലിയൊരു അപകടം ഉണ്ടാവും. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടുന്ന് ഒരാൾ അത്തരത്തിൽ റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസമായിട്ടും ഈ വർക്ക് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് ആരംഭിക്കാത്തത് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. പ്രായമുള്ള ആളുകൾക്കൊക്കെ ഈ റോഡ് മുറിച്ച് കിടക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൂടെ ചാടിക്കിടക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. മൂരാട് പാലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് നിലവിലിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.